നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തലനാരിഴയ്ക്ക് ഒരു തലനാരിഴയ്ക്കാ ഇന്ന് ആ ബിജു എന്ന് പറയുന്നവനെ അവരുടെ കിട്ടാതെ പോയത്. നിന്റെ കാര്യത്തിന് ഞാൻ ഓരോന്ന് റിസ്ക് എടുത്ത് ചെയ്യുമ്പോ നിനക്ക് സ്നേഹയോടൊപ്പം പ്രേമവും കുടുംബക്ഷേത്രത്തിൽ നാലമ്പല ദർശനം. ബിജുവിനെ അവരുടെ കൈ കിട്ടിയാലേ കുടുംബക്ഷേത്രത്തിലെ ഈശ്വരന്മാര് വിചാരിച്ചാലൊന്നും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു നീ പറഞ്ഞു വരുന്നേ? ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുമ്പോ ഒരു മാസ്ക് വാങ്ങി വെക്കാനുള്ള ബുദ്ധി പോലും അവന് തോന്നിയില്ലല്ലോ. അതല്ലേ CCTVയിൽ അവന്റെ മോന്തം എല്ലാവരും കണ്ടത്. പോലീസിനെ പിന്നെയും സഹിക്കാം. അർച്ചനയുടെ CID പണിയാണ് നമുക്കിപ്പോ കുരിശാവുന്നത്. അജയന്റെ കൊലപാതകവും അനൂപിന്റെ അപകടവും കൂട്ടിച്ചേർക്കാൻ അർച്ചനയ്ക്ക് അധിക സമയമൊന്നും വേണ്ടിവരില്ല. വിവാഹത്തിന് മുൻപ് ഈ 2 കേസുകളിലും ഞാൻ കുടുങ്ങാനുള്ള സാധ്യത വളരെ വലുതാ. ഇനി നീ അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. അജയനെ കാണാനില്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും പറഞ്ഞ് അജയന്റെ വീട്ടുകാര് DGPക്ക് പരാതി കൊടുക്കാൻ പോവാന്ന്. അർച്ചനയായിട്ട് അവരെ കുത്തിയിളക്കി വിടുന്നതാ. ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണോ നീ നെല്ലിശ്ശേരിയിലിരുന്ന് സ്നേഹമായിട്ട് സല്ലപിച്ചോണ്ടിരുന്നത്? പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാവും? നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഒരുമിച്ച് എന്റെ നേരെ വന്ന സ്നേഹയും നന്ദനും ആ സേതുവൊക്കെ എന്റെ കൂടെ നിൽക്കണം. മുന്നിൽ തെളിവ് നിർത്തിയാലും അതൊക്കെ അർച്ചനയും ബാക്കിയുള്ളവരും മനഃപൂർവ്വമായി സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞ അവരത് വിശ്വസിക്കണം. അതിന് കുറച്ച് കൂടുതൽ പ്രേമം കാണിച്ചെന്നും വരും. അവര് പറയുന്നതിനൊക്കെ കൂടെ തുള്ളിയെന്നും വരും. ആ അവസ്ഥ എനിക്കിപ്പോ. എങ്ങനെങ്കിലും വേഗം ഈ വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ പിന്നെ എന്നെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത സേതുവിനും നന്ദനൊക്കെയാ. അത് അവർ നോക്കിക്കോളൂ. തൽക്കാലം ഈ വിവാഹം നടന്നു കഴിയുന്നവരെങ്കിലും ഈ കേസിന്റെ വാലും പിടിച്ച് ഒന്നും എന്റെ നേരെ വരരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കേണ്ടത്. അതിന് നീ തന്നെ ഒരു വഴി പറയേ. അതിന് അർച്ചന എവിടെയെങ്കിലും തളച്ചിടണം. അതാകെയുള്ളൊരു വഴി. അർച്ചനയെ തളച്ചിടണം എന്ന് ഞാൻ പറഞ്ഞത് അവളെ പിടിച്ച് പൂട്ടിയിടണം എന്നല്ല, മാനസികമായി തളച്ചിടണം. അവൾക്കൊരു വിചാരമുണ്ട്. അവൾക്ക് താല്പര്യമില്ലാത്ത എല്ലാ വിവാഹങ്ങളും ആ സമയത്ത് മുടങ്ങിയതുപോലെ ഇവിടെ എന്തെങ്കിലും ഗിമ്മിക്ക് കാണിച്ച് അതങ്ങ് മുടക്കാന്നു. അതിനവളെ എപ്പോഴും സഹായിക്കുന്ന ഈശ്വരൻ ഇത്തവണ അവൾക്ക് എതിരായിട്ട് നിൽക്കും. അതിനുള്ള വഴി അവന്തികയ്ക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് സച്ചി അർച്ചനയും ഈ നാട്ടിൽ തന്നെ ഉണ്ടാവരുത്. അതിനുള്ള വഴിയാ ഇനി ആലോചിക്കേണ്ടത്. വിവാഹത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അത് സംഭവിച്ചിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.